ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അതെ, വയനാട് പള്ളിക്കുന്ന് പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പള്ളി പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എവിടെ പെരുന്നാളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പോയിരിക്കും. ഓക്കെ, ചെറുപ്പം തുടങ്ങി പെരുന്നാളുകൾക്ക് പോവാനും സാധനങ്ങൾ പെട്ടിക്കാരുടെ അടുത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് 3-4 സ്ഥലത്തെ പെരുന്നാളുകളാണ് നമ്മുടെ ചെറുപ്പത്തിൽ. ഒന്ന് നമ്മുടെ ഇടവക യോർദനാപുരം പള്ളി, പിന്നെ തൊറവൂർ പള്ളി നവംബർ 25-26 സമയത്താണ്. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്ര പള്ളിയിലെ പെരുന്നാൾ, പിന്നെ മഞ്ഞപ്ര പള്ളിയിലെ പെരുന്നാളും തൊറവൂർ പള്ളി യോർദനാപുരം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സ്ഥലമുണ്ട്, അതാണോ 4 സ്കൂളിലെ പെരുന്നാൾ. ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ശരിക്കും സങ്കടം വരാം. അന്നത്തെ കാലവും ഇന്നത്തെ കാലമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ക്യൂരിയോസിറ്റിയും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി കൂടുതൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നത് ആ പഴയ കാലഘട്ടത്തിലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻജോയ് ചെയ്യാറുള്ളത്. അപ്പോൾ 4 സ്കൂളിലെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ തലേ ദിവസം തുടങ്ങി അവിടെ ഒരു വല്യപ്പൻ്റെ വീടുണ്ട്, അവിടെ പോകും. അന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വിരുന്നാർ വന്നത് ഒരു പെരുന്നാൾ അങ്ങനെ ടെൻഷനൊന്നുമില്ല, ഉള്ളതും കൊണ്ട് ഓണം പോലെ. അതായത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും പെരുന്നാളുകൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ അതിഥികൾ വരുമ്പോൾ ഹോട്ടൽ മുറിയൊന്നും ബുക്ക് ചെയ്ത് കൊടുക്കാറില്ല. ഉള്ള വീട്ടിൽ ഉള്ള പായ എന്തൊക്കെ ഇട്ട് ചിലപ്പോൾ ഒരു പായയിൽ 5-8 പേരായിരിക്കും കിടന്നുറങ്ങുക. അതൊക്കെ എന്ത് രസമായിരുന്നു. എന്നിട്ട് ഓരോ കഥകളും തലേ ദിവസം പെട്ടിക്കാരുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ കിടന്നവർ, പിന്നെ എന്തെങ്കിലും നാടകമോ സിനിമ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പോകുമ്പോൾ ഈ പുളിങ്കുരു വറുത്ത് കൊണ്ടുപോകും. പുളിങ്കുരു വറുത്ത് ഈ പെറ്റിക്കോട്ടിൻ്റെ ഉള്ളിൽ ഈ അവിടെയൊക്കെയാണ്, നമുക്ക് പോക്കറ്റുള്ള ഡ്രസ്സൊന്നും ഇല്ലല്ലോ ഇന്നത്തെ പോലെ. അത് ഈ പേഴ്സ്, ഹാൻഡ് ബാഗ് എവിടെയൊക്കെ കൊള്ളിക്കാൻ പറ്റും അവിടെയൊക്കെ കൊള്ളിക്കുക. പുളിങ്കുരു വറുത്ത് കഴിക്കില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടോ? ശരിക്കും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണ് എൻജോയ് ചെയ്യണത്. പിന്നെ യോർദനാപുരം പള്ളിയിലെ പെരുന്നാളൊക്കെ ഒരുപാട് വർഷമായിട്ട് മിസ് ചെയ്യണു. അപ്പോൾ ഇതെല്ലാം യോർദനാപുരം പള്ളിയിലും ഇപ്പോൾ നവംബർ മന്താണ്. അപ്പോൾ നവംബർ മന്ത് നമ്മുടെ ലീവ് പ്ലാനിലുള്ള ഒരു മാസമല്ല, അതുകൊണ്ട് അത് മിസ്സാകും. പിന്നെ ഒക്ടോബറിൽ ഇവിടെ പിള്ളേരുടെ വെക്കേഷൻ, പിന്നെ ഉള്ള മാസം ക്രിസ്മസ്. അപ്പോൾ ഈ 2 മാസം എന്തായാലും നാട്ടിൽ മിക്കവാറും വരും. അപ്പം നവംബർ മന്ത് മിസ്സാവും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയണമായിരുന്നു, നമുക്ക് യോർദനാപുരം പള്ളിയിൽ പെരുന്നാളിന് അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം. കാരണം ഈ പെരുന്നാളിൻ്റെ വീഡിയോസും ഇതൊക്കെ ഈ എന്താ പറയുക, പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുമല്ലോ, അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മിസ്സിങ് ആണ്. പെരുന്നാളിന് പോകാൻ പറ്റാത്ത ഒരു സങ്കടം. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ. അതിലുപരി പണ്ടത്തെ കാലത്ത് പെരുന്നാളുകൾക്ക് പോകുമ്പോൾ കയ്യിൽ പൈസയൊന്നും ഇല്ല. പൈസയുടെ ഒരു ഇത് സോഴ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന വീടുകൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അന്ന് ക്ഷണിക്കലൊന്നുമില്ല, പെരുന്നാളിന് ക്ഷണമൊന്നുമില്ല, അങ്ങോട്ട് പോണേണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പെരുന്നാൾ കൂടിക്കോ, ഇത് നേർച്ച കിട്ടുമെന്നും പറഞ്ഞ് അങ്ങനെ 2 പൈസകൾ നമുക്ക് കൈ കിട്ടും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് വേണം ഈ പെട്ടിക്കാരുടെ അടുത്തുള്ള കൺമഷിയും പൊട്ട്, ചുറ്റുവള എന്നൊക്കെ പറഞ്ഞാൽ ഈ എൻ്റെ ഓർമ്മയിലും മഞ്ഞ ചുറ്റുവളയിൽ ഗോൾഡൻ കുത്ത്, എൻ്റെ അമ്പോ, അതൊക്കെ ഒരു ചുറ്റുവള മേടിച്ച് ഒരു കയ്യിൽ ഇടുമ്പോഴുള്ള ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഈ മേക്കപ്പും ഓർണമെന്റ്സിനോടൊക്കെ കുറച്ച് കമ്പം കൂടുതലുള്ള ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസകൾ കൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഈ പൈസ ഇല്ല. പൈസ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡ്രസ്സ്, ഇപ്പോൾ നമ്മുടെ ഇടവകയിലെ പെരുന്നാൾ വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ഡ്രസ്സ് വാങ്ങാന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പം നമുക്ക് ആകെ ഉള്ളത് 1-2 ജോഡി ആയിരിക്കും. അതിങ്ങനെ മാറ്റി മറിച്ചും ഒക്കെ ഇട്ടുകൊണ്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് പള്ളി പോണത് അതിലും വലിയൊരു സന്തോഷം. ഈ കഴിഞ്ഞ വർഷം മേടിച്ച ഡ്രസ്സ് അധികം പഴകിയിട്ടൊന്നുമില്ല, കീറിയിട്ടൊന്നും ഇല്ലെങ്കിൽ പറയും അതിന് ഒരു കുഴപ്പമില്ല ഡ്രസ്സിന്, അപ്പം അത് ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. നമ്മുടെ അലമാരിയിൽ പുതിയ ഡ്രസ്സുകളും ഇതുവരെ ഇടാത്ത ഡ്രസ്സുകൾ ഇരിക്കുക. പെരുന്നാളെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുകയാണ്. അന്നത്തെ കാലത്ത് പെരുന്നാളാണ് ഒരു ഡ്രസ്സ് മേടിക്കുന്ന ഒരു സംഭവം. അപ്പം ഈ കൂട്ടുകാരത്തികളൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ട് വരും. നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടത് തന്നെ വീണ്ടും ഇടാന്നുള്ള ഒരു അവസ്ഥ, അതൊരു സങ്കടമായിരുന്നു. പക്ഷേ
എന്ത് ചെയ്യാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ, ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ ഈ പള്ളിയിൽ എത്തുന്നതിന് മുൻപേ ഈ ചെണ്ടകൊട്ടും ബാൻഡ് സെറ്റും പടക്കം പൊട്ടിക്കലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ പൾസും കൂടും. അവിടെ കാണാൻ പോണ പൂരങ്ങളും ഇതൊക്കെ ഓർത്തിട്ട് പള്ളിയിൽ കുർബാന ഭക്തി അതൊന്നും ഈ പെരുന്നാളിൻ്റെ സമയത്ത് അതിലുപരി ശ്രദ്ധകളൊക്കെ വേറെ സ്ഥലത്തേക്കായിരിക്കും. പ്രദക്ഷിണം, പിന്നെ പെട്ടിക്കരക്കാരുടെ അടുത്ത്, പിന്നെ ഈ എന്നിട്ടാണ് മദ്രസേവ, ഈ മോതിരം കൈമിടുന്ന മോതിരം പോലത്തെ എന്താ പറയാ വടയോ എനിക്കറിയില്ല എന്ത് തിരുവടയോ അതിന്റെ പേര് തന്നെ മറന്നുപോയി. ഓക്കെ. പിന്നെ ഈ ചുണ്ടത്ത് തേക്കണ ചായം എൻ്റെ അപ്പോ അതെന്തായാലും മേടിച്ച് കുറച്ച് നാക്കത്തും ചുണ്ടത്തൊക്കെ ചുമപ്പിക്കും. അതിൻ്റെ തന്നെ പല കളറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. കാഞ്ഞൂർ പള്ളിയിൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് പോയപ്പോൾ അതൊക്കെ കണ്ടായിരുന്നു. അല്ല ഉണ്ട്, കൊരട്ടിപ്പള്ളിയിലും ഇപ്രാവശ്യം കണ്ടായിരുന്നു. അങ്ങനത്തെ കടകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈന്തപ്പഴം അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകൾ. അപ്പം അതൊക്കെ മേടിക്കലൊക്കെയാണ് ഒരു എന്താ പറയുക ഏറ്റവും വലിയ ജീവിതത്തിലെ സന്തോഷം. ആ പെരുന്നാളിന് എത്രയോ ദിവസം മുമ്പുള്ള നമുക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? നാട്ടിലുള്ളവരൊക്കെ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം അമ്പ്രപ്പള്ളിയിൽ ഞങ്ങൾ ഇനി അങ്ങനെ നമുക്ക് കിട്ടാവുന്ന ചാൻസുകളൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു പോളിസി ഞങ്ങൾ എടുത്തേക്കുവാണ്. നമ്മൾ എന്തിനാണ് ഇത് മിസ് ചെയ്യുന്നത്? നമ്മുടെയൊക്കെ ലൈഫ് വെരി ഷോർട്ട്. നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ലൈഫ് എത്ര നാളുണ്ട്, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും പോണേ. ഇതെല്ലാം ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന ചാൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നുള്ളൊരു പോളിസിയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ മേടിച്ച കമ്മലുകൾ ഈ കമ്മൽ പ്രേമികൾക്ക് വേണ്ടിയിട്ടാട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം, ഞാൻ ഓരോന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം, ഇതുമ്പോൾ കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ട്, ഉണ്ടാ ഓവൽ ഷേപ്പിലുള്ളൊരു സംഭവം. ഇതിൽ നിന്ന് ഒരെണ്ണം ഞാനിന്ന് ഇടും. ഞങ്ങളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ. പിന്നെ അടുത്തത് കണ്ട മയില്, സൂപ്പർ അല്ലേ? എൻ്റെ ഡ്രസ്സിനും ഇത് മാച്ച് ചെയ്യും, പച്ച. പിന്നെ അടുത്തതാണ് ഇതുമ്പോൾ ഒരു സ്റ്റോണൊക്കെ ഉണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പിന്നെ അടുത്തതൊരു വെറൈറ്റി മോഡല്, ഒരു വെറൈറ്റി ഉണ്ട് ഈ മോഡല് ജിമുക്ക. ഇതെല്ലാം ഇങ്ങനെ സ്റ്റീൽ അല്ലെങ്കിൽ സിൽവർ ടൈപ്പ് ആട്ടോ. അല്ല, ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ വേറൊരെണ്ണം ആന മയില് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഇതൊക്കെ ഇത് എല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. എനിക്ക് ലൈറ്റ് വെയിറ്റ് കമ്മലുകളോടാണ് എനിക്കിഷ്ടം. ഒന്നാമത് കാതിന് അങ്ങനെ വലിയ കട്ടിയില്ല, സോഫ്റ്റാണ്. പിന്നെ ഈ നമുക്ക് ഏജ് കൂടുന്തോറും കട്ടിയൊക്കെ കുറഞ്ഞു വരുമല്ലോ, കാതി തൂങ്ങാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, ഓട്ട വലുതാകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹെവി കമ്മലുകൾ ഇടാനും പിന്നെ അത് ഇടുമ്പോൾ ഒരു ഡിസ്കംഫർട്ടാണല്ലോ, നമുക്കൊരു പെയിനും ഒരു ഫ്രീഡം ഇല്ലാത്ത പോലെ തോന്നും. അപ്പം ഇതൊക്കെ ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് സാധനങ്ങളാണ്. പിന്നെ ഒരെണ്ണം ഇച്ചിരി കളർ ഉള്ള ലൈറ്റ് പിങ്ക് സിൽവർ കോമ്പിനേഷൻ സാരിക്കൊക്കെ ഇടാൻ പറ്റിയൊരു സംഭവം. ഇതും എനിക്കിഷ്ടമായി. അപ്പോൾ ഈ കമ്മലുകൾക്കെല്ലാം എത്രയായിരുന്നു വില എന്ന് ചോദിച്ചാൽ വെരി അട്രാക്റ്റീവ് പ്രൈസ് ആയിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിയത്. ഇതിനെല്ലാത്തിനും വെറും 30 രൂപ. ഓക്കെ. അപ്പോൾ 30 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഇതെല്ലാം വാങ്ങിച്ചത്. ഇതെല്ലാത്തിനും കൂടെ ആകെ നമുക്ക് ഇതൊരു 200 താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ മാറിയൊക്കെ ഡ്രസ്സുകൾക്ക് ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി സൺഡേ.